ഈ ദമ്മ് പൊട്ടിക്കുന്നത് ഒരു കല്യാണ വീട്ടിലൊന്നല്ല. നമ്മൾ ഇന്നുള്ളത് ബിരിയാണി മാത്രം കിട്ടുന്ന ഒരു വീട്ടിലാണ്. ഹലോ ഗൈസ്, നമ്മൾ ഇന്നുള്ളത് ബിരിയാണി വീട്ടിലാണ്. നമ്മളെ കോഴിക്കോട് ഇത്രയ്ക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിരിയാണി സ്പോട്ട് വേറെ ഉണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. നല്ല വാഴൻ്റെ ഇലയിലാണ് നമ്മളിവിടുന്ന് ബിരിയാണി കഴിക്കുന്നത്. സൈഡായിട്ട് നല്ലൊരു സാലഡും അച്ചാറും ഉണ്ട്. ഞാൻ ഈ കഴിക്കുന്ന തലശ്ശേരി ബിരിയാണിക്ക് ആകെ വരുന്ന റേറ്റ് 130 റുപ്പീസാണ്. പ്രൈസ് കുറവായതുകൊണ്ട് തന്നെ ടേസ്റ്റിലും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അവർ പക്ക കീപ്പ് ചെയ്തിട്ടുണ്ട്. രണ്ടാൾക്ക് കഴിക്കാൻ പറ്റിയ ക്വാണ്ടിറ്റി ഉണ്ട്. അത് ഈ ഒരു ഫിഷ് ബിരിയാണി 150 റുപ്പീസാണ്. ഈ 150 റുപ്പീസിന് ഈ ഫിഷ് ബിരിയാണി വേർത്ത് തന്നെയാണ്. ആ ഒരു അയക്കുറിൻ്റെ പീസ് കണ്ടാൽ അറിഞ്ഞൂടെ. പിന്നെ എടുത്തു പറയേണ്ടത് ഇവരുടെ ബീഫ് ബിരിയാണിയാണ്. അതിലുള്ള ബീഫൊക്കെ കൈമേൽ ഇങ്ങനെ തൊടുമ്പോഴേക്ക് ഇങ്ങ് പോരും. നല്ല പഞ്ഞി പോലുള്ള ബീഫ്. ആ റൈസിൻ്റെ അപ്പുറം കഴിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല. നിങ്ങൾ അടുത്ത കാലത്തൊന്നും ഒരു അടിപൊളി ബീഫ് ബിരിയാണി കഴിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എന്തായാലും ഇത് ട്രൈ ചെയ്യാം. പിന്നെ നല്ല ലഗോൺ ബിരിയാണി ഉണ്ട്. നമ്മൾ കല്യാൺ പോരയിൽ നിന്നെല്ലാം കഴിക്കുന്ന അതേ ഫീൽ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. ആകെ വരുന്ന റേറ്റ് 120 റുപ്പീസാണ്. ബിരിയാണി അല്ലാണ്ട് ഒരു ഗീ റൈസിൻ്റെ കോംബോ ഉണ്ട്. ഈ ഒരു ഗീ റൈസും അതിൻ്റെ ഒരു ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും കൂടിയും വരുന്ന ആകെയുള്ള റേറ്റ് 80 റുപ്പീസാണ്. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഈ ഒരു ഗീ റൈസിനപ്പുറം ബെസ്റ്റ് കോംബോയാണ്. ബിരിയാണി എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള കട്ടൻ ചായയും കുടിക്കാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പറയഞ്ചേരി സീഷൽ സേവറി ഹോട്ടലിൻ്റെ തൊട്ടടുത്തായിട്ട്.